ദേവികുളത്ത് ഓടിക്കൊണ്ടിരുന്ന കാർ കാട്ടാന കുത്തിമറിച്ചു. തലകീഴായി മറിഞ്ഞ കാറിൽ നിന്ന് സഞ്ചാരികൾ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. സമീപത്ത് മേഞ്ഞിരുന്ന പശുവിനെ കാട്ടാന ആക്രമിച്ചു കൊന്നു. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. രാഹുൽ, ഈ കാട്ടാനാക്രമണം അവിടെ പതിവായിട്ടുണ്ടോ? കാട്ടാന ഇറങ്ങുന്ന മേഖലയാണോ ഇത്? ഈ കാറിലുണ്ടായിരുന്നവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് ഇപ്പോൾ? കീർത്തന, കാട്ടാന സ്ഥിരമായി എത്തുന്ന മേഖലയാണ് മൂന്നാർ. അവിടെ പല ആനകളുണ്ട്. പക്ഷേ ഇത് പുതിയതായി മാങ്കുളം മേഖലയിൽ നിന്ന് എത്തിയ കാട്ടാനയാണ് കാർ ആക്രമിച്ചത് എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. ഒരു മോഴയാനയാണ്. രാവിലെ 11 മണിയോട് കൂടിയാണ് UK-യിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാറ് വനംവകുപ്പ് ഈ കാട്ടാന ആക്രമിച്ചത്. കാറ് ചവിട്ടി മറിച്ചിടുകയായിരുന്നു. കാറിനുള്ളിൽ നിന്ന് യാത്രക്കാർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആർക്കും കാര്യമായ പരിക്കില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. പിന്നീട് അതുവഴി എത്തിയ നാട്ടുകാരും മറ്റു വാഹനയാത്രികരും ഉൾപ്പെടെ ബഹളം വെച്ചാണ് ഈ ആനയെ ഓടിച്ചത്. RRTയുടെ സേവനം ആ സമയത്ത് ലഭ്യമായിരുന്നില്ല. പിന്നീട് ഈ മോഴയാന തന്നെ സമീപത്ത് മേഞ്ഞിരുന്ന ഒരു പശുവിനെ കൂടി ചവിട്ടി കൊലപ്പെടുത്തി എന്നുള്ളതും ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ഇനി ഇതുവഴി പോകുന്ന വാഹനയാത്രികർക്ക് നേരെ സമാനമായ രീതിയിൽ ആക്രമണം ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയുണ്ട്. RRTയുടെ സേവനം കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നുള്ളൊരു ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും മൂന്നാർ മേഖലയിൽ വേനൽ കടുത്തതോടുകൂടി വലിയ തരത്തിലുള്ള വന്യജീവി ശല്യമാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പടയപ്പയുണ്ട്, ഒറ്റക്കൊമ്പനുണ്ട്, കാട്ടാന കൂട്ടങ്ങളുണ്ട്. ആ കൂട്ടത്തിലേക്കാണിപ്പോൾ ഒരു മോഴയാന കൂടി എത്തിയിരിക്കുന്നതും പ്രതിസന്ധി ഉണ്ടാക്കുന്നതും. അതെ, ചൂട് കൂടുന്നു എന്നുള്ളതും ഒരു കാരണമാണ്. ഇവർ വനത്തിൽ നിന്ന് താഴേക്ക് വെള്ളം എടുക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ ആയി പുറത്തു വരുന്നതായിരിക്കാം. അവിടെ പറഞ്ഞ പോലെ പടയപ്പയുണ്ട്, ഒറ്റക്കൊമ്പനുണ്ട്, വേറെ കാട്ടാനക്കൂട്ടങ്ങളുണ്ട്, മഞ്ഞക്കൊമ്പനുണ്ട്. ആനകളുടെ ഒക്കെ പേരൊക്കെ നമുക്കറിയാം. പക്ഷെ ഇപ്പൊ ഈ ഓടിക്കൊണ്ടിരുന്ന കാറാണ് കുത്തിമറിച്ചത്. മാത്രമല്ല സമീപത്തുണ്ടായിരുന്ന പശുവിനെ ആക്രമിച്ചു പോകുന്നു. അത് നമ്മൾ അങ്ങനെ അധികം മറ്റു മൃഗങ്ങളെ ആന ആക്രമിക്കുന്നതായിട്ട് കേട്ടിട്ടില്ല.